കൂട്ടുകാരെ, കോഴിക്കോട് ഹാർബറിനുള്ളിൽ ഞാനും സുഹൃത്ത് അമീദും കൂടി ഇതാ വലയിടാൻ പോകട്ടോ. ഞങ്ങളിതാ ഫാമിലി ആയിട്ടാണ് വന്നത്. ഞാനും എൻ്റെ വൈഫും അമീദും അമീദിൻ്റെ വൈഫും ഒക്കെ വന്നിട്ടാ. ഓലാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളിതാ വെള്ളത്തിലിറങ്ങി വലയിടാൻ പോവാണ്. ഹാർബറിനുള്ളിൽ അധികം തിരയൊന്നുമില്ല, കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. അപ്പോൾ അവിടെ വലയിട്ടിട്ട് ഞണ്ടും നല്ല മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. ഒരുപാട് മീൻ കിട്ടിയ വീഡിയോ ആണിത്. ഹാർബറിനുള്ളിൽ നല്ല വറ്റകളുണ്ട്, കരിമീന്, വാലാത്തന്, ചെമ്പല്ലി, എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ വലയിട്ട് ഞാനിതാ പോകുന്നുണ്ട്. അധികം വെള്ളമൊന്നുമില്ല, വേലി ഇറക്ക സമയത്താണ് പോയത്. ഇങ്ങനെ വലയിട്ട് ഞാനും അമീത് അവിടെ നിന്ന് ആട്ടി കൊണ്ടുവരുന്നുണ്ട്. വല വളച്ച് കൊണ്ടുവരാണിഞ്ഞ് വല റൗണ്ട് ചെയ്തിട്ടാണ് മീൻ പിടിക്കുന്നത്. നല്ല കരിമീനും ചെമ്പല്ലിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം മൊത്തം താഴെ വേലി ഇറങ്ങി കഴിഞ്ഞാലാണ് നല്ല മീൻ കിട്ടുക. അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്, വേലി ഇറങ്ങണേ ഉള്ളൂ. എന്നാലും മീനെങ്ങനെ ഒച്ച ഉണ്ടാക്കി തെളിച്ചിട്ട് വലയിനുള്ളിലാക്കി കൊണ്ടുവരാട്ടോ. റൗണ്ട് ചെയ്ത് വരികയാണ്. 100 മീറ്ററോളം വല ഉണ്ട്. റൗണ്ട് ചെയ്ത് അടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുരുക്കണം വല. എന്നാലും ആ മീനുകളൊക്കെ ഇങ്ങനെ വലയ്ക്കുള്ളിൽ അകപ്പെട്ടിട്ട് കിട്ടും. വല റൗണ്ട് ചെയ്തിട്ടോ. വലേൻ്റെ തുടക്കത്തിലേക്ക് എത്തിന് റൗണ്ട് ചെയ്തിട്ട് ഇനി വല അടുപ്പിച്ചിട്ട് നോക്കാം മീൻ എന്താ കിട്ടുമെന്ന് നോക്കട്ടോ. മീനെ കിട്ടുക എന്നുള്ളത് എന്താ നോക്കുക. അങ്ങനെ ശേഷം വല അടുത്ത് കഴിഞ്ഞ് വലയെല്ലാം കോലുമേൽ ചുറ്റിയതിന് ശേഷം ഞങ്ങളിതാ പൊന്തിച്ച് കരക്കയിലേക്ക് എത്തിക്കാൻ. എന്ത് മീനാണ് കിട്ടിയത് നോക്കാം. സ്രാവാണ് കിട്ടിയെന്നുണ്ടല്ലേ. പാൻ്റെ നക്ലാച്ചി മീനുകൾ എടുത്തില്ലേ? രണ്ട് വറ്റകളൊക്കെ നമ്പറും ഇല്ല. ഒരു മിസ് കോൾ അടിക്കാം നമ്മളെ ഫോണില്. നമ്പർ സേവ് ചെയ്തെടുക്കാനാ. കരിമീൻ കരിമീൻ വെറുതെ അടിച്ചു നോക്കിയാ അരിവല അരിവലല്ല കാസ്റ്റിംഗ് കിട്ടാണ്ടോ? നമ്മളെ കടലിന്റെ ഇപ്പൊ ഈ കായലിനൊക്കെ എടുത്തുണ്ടാവും. ഇത് ഉൾക്കടലിലുണ്ടാവില്ല, കടൽ സ്റ്റാർട്ടിങ്ങിലുണ്ടാവണം. ഹെലികോപ്റ്റർ കിട്ടി. അത് നിലത്ത് വെച്ചാൽ കാണിച്ചു കൊടുക്കും. അതേപോലെ നിൽക്കും. ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനായി നിൽക്കും. അത് കാണിച്ചു കൊടുക്കും. അതേ രസം. ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനായി കൂട്ടെടുക്കും. ലാൻഡിങ് പോലെ നിൽക്കും. അത് അണങ്ങുലഞ്ഞ് അടുത്തോളൂ വീഡിയോ. ലാൻഡിങ് ഇതാണ് എന്റെ വീഡിയോ. ഹെലികോപ്റ്റർ ഫിഷാണ്. ലാൻഡിങ്ങിൽ അങ്ങനെ നിൽക്കുക. മൂപ്പര് സ്റ്റാൻഡ് ചെയ്താരിയ അതിന് പ്രത്യേകത. ഹെലികോപ്റ്റർ ഫിഷാണ്. മടിയിട്ടോ നിങ്ങൾ വെള്ളത്തിലിട്ടാ അതിനെ വെള്ളത്തില്ലേ? ഈ മീനാട്ടോ കിട്ടിയ വലട്ടിട്ട്. കരിമീനും വറ്റകളൊക്കെ. ഇനി വീണ്ടും വെള്ളത്തിൽ വല ഇറക്കി നോക്കാം എന്തെങ്കിലും മീൻ കിട്ടുമെന്ന്. ഇരുട്ടാവാറായിട്ടുണ്ട്. ഇതാ ഒരുപാട് മീൻ കിട്ടിയിട്ടാ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ്. വീട്ടിൽ നിന്ന് റെഡിയാക്കി എടുക്കാന്ന് കരുതി. വെളിച്ചത്തിന്റെ കുറവുണ്ട്. കടലിൽ നിന്ന് വലയൊക്കെ എടുത്ത് ചാക്കിലാക്കി പോന്നതാ.
ഇനി വീട്ടിൽ നിന്നാണ് മീനെടുക്കുന്നത്. വല നിറയെ ഏട്ടകളാണ് കേട്ടോ കുടുങ്ങിയത്. ഏട്ടകളും ഞണ്ടുകളും പലതരം മീനുകളുണ്ട്. വല വീശിയിട്ട് അത്യാവശ്യം മീൻ കിട്ടിയിട്ടോ. വല വീശിയിട്ട് വാലാത്തനും ചെമ്പല്ലി അങ്ങനെയുള്ള മീനുകളൊക്കെ വലയിലേക്ക് കുടുങ്ങിയത്. വീശി വലയ്ക്കും തണ്ടാടി വലയ്ക്ക് ഒരുപാട് ഏട്ടകളും ഞണ്ടുകളും. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിന്. പ്രതീക്ഷിച്ചതിനാട്ടിൽ കൂടുതൽ ഒരുപാട് മീൻ കിട്ടി ഞങ്ങൾക്ക്. 2 വലകളാണ് ഇട്ട് വെച്ചത്. 2 വലയ്ക്ക് നല്ല മീനുണ്ട്, ഞണ്ടുമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മീൻ എടുക്കുന്നത് കാണാം. സുഹൃത്തുക്കളെന്ന് വൈകുന്നേരം കടലില് ഇതാ ഈ വല ഇറക്കിയതാണ്. വല നിറച്ചതാ. വല നിറച്ച് ഏട്ടി പല സൈസ് ഞണ്ടുകളായിട്ട് അത്യാവശ്യം നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ വല നിറച്ച് മീൻ. ക്യാമറ അടിച്ചിട്ട് വല നിറച്ച് മീനാണ്. സമയം രാത്രി 10 മണി ആവാറായ. അത്യാവശ്യം നിറച്ച് മീൻ കിട്ടി. അപ്പൊ അവിടെ നിന്ന് റിലീസാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന റിലീസാക്കാൻ. അത്യാവശ്യം നിറച്ച് മീനാണ്. നിറച്ച് മീൻ കിട്ടിയിട്ടാ. വല ഇട്ടിട്ട് കിട്ടിയ മീനാട്ടോ അതൊക്കെ. ഒരുപാട് ഏട്ടകൾ ഒരുമിച്ച് കുട്ടിയാണ്. ഏട്ടൻ്റെ കൂട്ടാണ്. ഈ മത്തൊക്കെ നിറയെ മീൻ കിട്ടി. മീൻ അത് ഒരിട്ടം വീശാനേ പറ്റില്ല സ്ഥലത്ത്. ഇതൊന്നും ഇപ്പൊ പൊട്ടിക്കാം. ഫാമിലി നല്ല മടുപ്പിന് കൊടുക്കണം. നല്ല മത്തിയല്ല, മത്തി ചാകര, മീൻ ചാകര. മത്തിയല്ല മണുങ്ങ. മണ്ണ് വേറെ ഈ പരുന്നല്ല നിങ്ങൾ പെട്ട് ഇവിടെ ഈ തലക്കത്തെ കാല് വീട്ടിട്ട് തൊള്ളാട്ടുന്ന കളി ഒടുകടി നല്ല വില എങ്ങനെയാണ്? നല്ല വില എന്താണ് ഇത്? മീൻകാരിയാട്ടെ ഏട്ടച്ചാകര ഫുഡ് വിൽക്കണ ഇതിലെ പറ്റി ഏട്ട ഇതിനെങ്കിലും ഒരു മുട്ടത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാലം കണ്ട് തിരിച്ചാൽ സാധനം പോകും. 2 കാലം ഒപ്പം പിടിച്ചത്. മീനിഞ്ഞുണ്ടോ ഇന്നത്തെ വൈകുന്നേരം ഉണ്ടാവൂല ഇത് ഫ്രണ്ടുകളെ അസോസിയേഷൻ കേസ് കൊടുക്കും. സിമ്പിളായി കിട്ടും. ഇനി തട്ടിയാൽ മതി. ഇനിയിപ്പോൾ ആവിയൊക്കെ തീർക്കാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ നിരാശനായിരുന്നു. ചെങ്ങന്മാർ ഇന്നലത്തെ രാത്രിയത്തെ മീൻപിടുത്താട്ടോ അതൊക്കെ കണ്ട. രാത്രി കിട്ടിയ മീനുകളെ പകല് കാണിക്കുക. രാത്രി അത്ര വെളിച്ചല്ല അതിന്. ഞങ്ങൾ 2 വരി വെച്ചിട്ടോ. അമീത് ഉണ്ടായിന് സുഹൃത്ത്. അവന് പകുതി കൊണ്ടുപോയി, പകുതി മീനാട്ടത്. പിന്നെ ഞണ്ടുകൾ ഒരുപാട് കിട്ടി. കടലിൽ വലയിട്ടിട്ട് പിടിച്ച നല്ല കടലിലത്തെ മീനുകളാട്ടോ അതൊക്കെ. ഞണ്ടുകളും പിന്നെ പുള്ളി ഞണ്ടുകളുണ്ട്. പിന്നെ വലിയ ഞണ്ടുണ്ട് കേട്ടോ. ഇത് വിൽക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. ഇത് വിറ്റാലൊരു 1600 കിലോ കിട്ടുമെന്നാണ് പറഞ്ഞത്. 1 കിലോൻ്റെ പുറത്തുണ്ട് ആ ഞണ്ട്. വലിയ ഞണ്ടാട്ടാ. അപ്പം എന്നതാ നല്ല ഞണ്ട് ഫ്രൈയും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പോണത്. നല്ല സൂപ്പർ ഞണ്ടുകളാണ്. നല്ല വലയിട്ട് ഞങ്ങൾ പിടിച്ചതാ. ഞാനും സുഹൃത്ത് അമീതും പിന്നെ ഇതാ വൈഫ് ഉണ്ടായിന്. പിന്നെ അമീദിൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിട്ടോ. ഞങ്ങൾ 4 ആളും കൂടിയാണ് നല്ല കടലിൽ പോയത്. അപ്പോൾ വലയിട്ടിട്ട് കിട്ടിയ നല്ല അടിപൊളി ഞണ്ടുകളും മീനുകളൊക്കെയാണിത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫുഡിന് അതൊക്കെ റെഡി ആക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി ഞണ്ടുകളാണ്. നല്ല മീൻ, ഫ്രഷ് മീനുകളും. ഇപ്പോൾ രാത്രിയത്തെ മീൻ പിടുത്തോ അതിന് ഇന്നലെ വലയിലെ മീനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ രാത്രി 1 മണിയായിരുന്നു. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് രാവിലെ ഇതാ ഇങ്ങനെ നിങ്ങളെ എല്ലാവരും കാണിക്കാം കേട്ടോ. സൂപ്പർ ഞണ്ടുകളുണ്ട്. ഇവനെ വിൽക്കണം, ബാക്കിയുള്ളവരൊക്കെ കറി ഉണ്ടാക്കണം. കണ്ടാണ് മീശൊക്കെ അത് ഇളകി കളിക്കുന്നത്.
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞണ്ടിനെ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്. താൽക്കാലിക ഒരു കെട്ടൊക്കെ കെട്ടിയാട്ടാ, കെട്ട് വല്ലാണ്ട് പിടുത്തൊന്നുമില്ല. ഇങ്ങനെ ചാലിയത്ത് എത്തിക്കുക, കോഴിക്കോട് ചാലിയത്ത് മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാ. ജീവനുള്ള നല്ല ഞണ്ട് കേട്ടോ. സുഹൃത്ത് അമീത് ആ ഞണ്ടിനെ വിൽക്കാൻ കൊണ്ടുപോകട്ടെ. ചാലിയത്ത് കോഴിക്കോട് കൊണ്ടുപോയി അവിടെ എടുക്കുന്ന മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് അവന് മീനായിട്ട് ഇതാ പോണ ബക്കറ്റിലാക്കി പോവാണ്.